സുദാസദാസ തങ്ങൾ പറഞ്ഞു, ഒരു സ്വർഗത്തിൽ കിടക്കുന്ന ഒരാള് എനിക്കൊരു കുട്ടി ഉണ്ടാണെന്ന് ആഗ്രഹിച്ചു നോക്കാം. ഒരു കുട്ടിയെ അള്ളാഹു നൽകും. ഗർഭവും പ്രസവവും പ്രായവും എല്ലാം ഒറ്റ നിമിഷത്തിൽ നടക്കും. ഒരാൾക്കൊരു ചുട്ട പക്ഷിയെ വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ അത് ആഗ്രഹിക്കുമ്പോഴേക്ക് ചുട്ട് പാകപ്പെടുത്തിയ പക്ഷി അയാളുടെ മുമ്പിൽ പ്ലേറ്റിലായി വന്നു നിൽക്കും. ചോദിച്ചതെന്തും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. വലദൈനാ മസീദ്, നമ്മളത്ത് ഇനിയും ധാരാളം അധികവുമുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കൊട്ടാരങ്ങൾ കാണാം, കൊത്തളങ്ങൾ കാണാം, ഹാറുകൾ കാണാം, സൗകര്യങ്ങൾ കാണാം, പഴവർഗ്ഗങ്ങൾ കാണാം, മുന്തിരിത്തോപ്പുകൾ കാണാം, മറ്റു ഫലങ്ങളും തോപ്പുകളുമെല്ലാം കാണാം. അത് മാത്രമേ ഉള്ളൂ എന്നാ കരുതുന്നത്? അല്ല. വലദൈനാ മസീദ്, ഇനിയും ധാരാളം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചോളൂ. മനസ്സിന് എന്ത് മോഹിക്കാൻ കഴിയുമെങ്കിൽ മോഹിച്ചോളൂ. അതെല്ലാം ഉണ്ട്. നിങ്ങൾ ഈ ദുനിയാവിൽ എന്നോട് ചെയ്ത ഈ നന്ദിക്ക് പകരമായി ഞാൻ നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല, ഈ സൂറത്ത് അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും പറയുന്നത്, വകം മഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശൻ ഫനഖബു ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്. നേരത്തെ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ജനതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ ജനതകളെ പറ്റി ഒരിക്കൽ കൂടി അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അവരെക്കാൾ, മക്കക്കാരെക്കാൾ കയ്യൂക്കിന്റെ കാര്യത്തിൽ ശക്തരായ എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. അപ്പോൾ രക്ഷപ്പെടുവാൻ വല്ല ഇടവുമുണ്ടോ എന്നവർ ഭൂമിയിൽ ചികഞ്ഞു നോക്കി. നമ്മുടെ ശിക്ഷ വന്നപ്പോൾ 4 പാടും ചിതറിപ്പോയി ആൾക്കാര്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്. ഹൃദയമുള്ളവനോ മനസാന്നിധ്യത്തോടെ ചെവി കൊടുത്തവനോ തീർച്ചയായും ഇതിൽ ഉത്ബോധനമുണ്ട്. ഈ പറയുന്നതൊക്കെ വലിയ വലിയ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിത് കേൾക്കാൻ സമയമുണ്ടാവില്ല, കേൾക്കാൻ വരാൻ അവർക്ക് ഒഴിവുണ്ടാവില്ല, താല്പര്യമുണ്ടാവില്ല. ഇത് താല്പര്യമുണ്ടാകുന്നത്, ഇത് ഗുണം ചെയ്യുന്നത് ഹൃദയമുള്ളവന്, അതോടെ മനസാന്നിധ്യത്തോടെ ചെവി കേൾക്കുന്നവന്, അവർക്ക് മാത്രമേ ഇതിൽ ഉത്ബോധനമുള്ളൂ. സൂറത്ത് അവസാനിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉണർത്തുകയാണ് ഈ അവസാനത്തെ ആയത്തുകളിൽ. അത് വീണ്ടും അല്ലാഹു ഉണർത്തുകയാണ്. വലഖദ് ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഊബ്. ആകാശങ്ങളെയും ഭൂമിയെയും തീർച്ചയായും നാം 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു. നമ്മെ ഒരു ക്ഷീണവും തൊട്ടിട്ടേയില്ല. നേരത്തെ അള്ളാഹു ആകാശത്തെ പറ്റിയും ഭൂമിയെ പറ്റിയും വിശദമായി പറഞ്ഞു. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഈ കാണുന്ന മനോഹരമായ ദൃശ്യപ്രപഞ്ചം, ആകാശം, ഭൂമി, ഇതിന്റെ കാര്യത്തിൽ ഇതിനെ നാം 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. നമുക്ക് അതിൽ ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. തൗറാത്തിന്റെ ആൾക്കാർ ഈ വിഷയത്തിൽ അള്ളാഹുവിന് ക്ഷീണം പറ്റി, അല്ലെങ്കിൽ അള്ളാഹു വിശ്രമിക്കാൻ ഒരു 7ാമത്തെ ദിവസം അള്ളാഹ്ക്ക് വേണ്ടി വന്നു എന്ന് അവരുടെ ബൈബിളിൽ പറയുന്നതായി നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ജെനസിസിലെ 2ാം അധ്യായത്തിലാണ് അള്ളാഹു അത് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു വെച്ച് ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിനെ തഴുകി തലോടുകയാണ് അടുത്ത ആയത്തിൽ. അതിങ്ങനെയാണ്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ. നബിയെ, അവരെന്തോ പറഞ്ഞോട്ടെ, അങ്ങ് ക്ഷമിച്ചേക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക. താങ്കളുടെ റബ്ബിനെ ഹംദ് ചെയ്യുന്നതോടൊപ്പം തസ്ബീഹ് ചെയ്യുക. ഖബല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പും, വഖബലൽ ഗുറൂബ്, അസ്തമാനത്തിന് മുമ്പും. പ്രപഞ്ചത്തിന്റെ ഒരു മുഖം മറ്റൊരു മുഖത്തിന് വഴിമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 സന്ദർഭങ്ങൾ. ആ 2 സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ദിക്റാവാം, നിസ്കാരമാവാം, പ്രാർത്ഥനകളാവാം. ഇതെല്ലാം തസ്ബീഹിന്റെ പരിധിയിൽപ്പെടുമെന്ന് വിവിധ ഹദീസുകളിൽ നിന്ന് നാം പഠിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ രാവിലെയും വൈകുന്നേരവും മാത്രം പോരാ, വമിനൽ ലൈലി, രാത്രിയിൽ കുറച്ച് സമയവും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സ്തുതിക്കണം. ഫസബ്ബിഹു, നിങ്ങൾ ആ സന്ദർഭത്തിലും അവന് തസ്ബീഹ് ചെയ്യുക. വഅദ്ബാര സുജൂദ്, സുജൂദിന് ശേഷവും നിസ്കാരങ്ങൾക്ക് ശേഷവും. അതായത് ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സ് ഉണർന്നിരിക്കേണ്ട സമയങ്ങളിലെല്ലാം നിങ്ങൾ തസ്ബീഹ് ചെയ്യുക, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. അവസാനത്തെ ആയത്തുകളിൽ അല്ലാഹു നേരത്തെ ആകാശത്തെയും ഭൂമിയെയും ഒന്നുകൂടി പറഞ്ഞതുപോലെ, മുൻകഴിഞ്ഞ ജനതകളെ ഒന്നുകൂടി സൂചിപ്പിച്ചതുപോലെ, ഖിയാമത്ത് നാളിനെയും ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്, വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്.
വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. അടുത്ത സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസം ശ്രദ്ധിച്ചു കേൾക്കുക. വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളാണ്. നബിയെ, അങ്ങ് ക്ഷമിക്കുക, അങ്ങ് തസ്ബീഹ് ചെയ്യുക, ഖിയാമത്ത് നാളിനെ കാത്തിരിക്കുക. ഇന്നാ നഹ്നു യൗമ യസ്മഊന അസ്സൈഹത ബിൽ ഹഖ്. കൃത്യമായും ശരിയായും ഒരട്ടഹാസം, ഒരു ഘോര ശബ്ദം അവർ കേൾക്കുന്ന ദിവസം, ഖിയാമത്ത് നാളിന്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ട് ഈ ലോകം പ്രകമ്പനം കൊള്ളുന്ന ഒരു ഘോര ശബ്ദം വരാനിരിക്കുന്നുണ്ട്. ആ ദിവസം കാത്തിരിക്കുക. ദാലിക യൗമുൽ ഖുറൂജ്. അതാണ് പുറപ്പാടിന്റെ ദിവസം. അന്നാണ് ആഖിറത്തിലേക്ക്, മഹ്ശറിലേക്ക് പുറപ്പെടുന്നത്. ഇന്നാ നഹ്നു നുഹ്യി വനുമീത്. നമ്മളാണ് ജീവിപ്പിക്കുന്നത്, നമ്മളാണ് മരിപ്പിക്കുന്നത്, നമ്മളാണ് ജീവിപ്പിക്കുന്നത്, നമ്മളാണ് മരിപ്പിക്കുന്നത്. വഇലൈനൽ മസീർ. നമ്മളുടെ അടുക്കലേക്കാണ് മടക്കം. എല്ലാം അവസാനിക്കുന്നത് നമ്മളിലേക്കാണ്. യൗമ തശഖഖുൽ അർളു അൻഹും. ഈ ദുർമാർഗികളായ നിഷേധികളായ ആൾക്കാരെ തൊട്ട് ഭൂമി പിളരുന്ന ദിവസം. സിറാഅൻ, വേഗതയിൽ, ഞൊടിയിടയിൽ ഭൂമി പിളരും. ആ ദിവസത്തെ നിങ്ങൾ കാത്തിരിക്കുക. ദാലിക ഹശ്റുൻ അലൈനാ യസീർ. അത് നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു സംഗമിപ്പിക്കലാണ്, ഒരുമിച്ചു കൂട്ടലാണ്. അത് ഈ ലോകത്ത് കഴിഞ്ഞുപോയ മനുഷ്യരാശിയെ മുഴുവനും ഇതേപോലെ ഒരുമിച്ച് കൂട്ടുക, ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക, സമ്മേളനം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണോ? അത് ചോദിക്കേണ്ടതില്ല. അതൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ അവസാനത്തെ ആയത്തുകളിൽ അല്ലാഹു ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ഒന്നുകൂടെ പറഞ്ഞു. അതടുത്താണ്. അന്ന് വലിയ ഘോര ശബ്ദമുണ്ടാകും. അന്നേ ദിവസം ഭൂമി പിളരും. ഭൂമി ആദ്യമായി പിളരുക തിരുറൗള ഷരീഫിലായിരിക്കുമെന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുക, പുനർജനിപ്പിക്കപ്പെടുക ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരിക്കും. അവസാനം 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. നബിയെ, നിങ്ങൾ എന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവരെന്താ പറയുന്നത് അതൊക്കെ നമുക്കറിയാം. എന്താണ് അവരുടെ വാദം, എന്തിനാണ് അവർ ആ വാദം ഉന്നയിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ആ വാദം ഉന്നയിക്കുന്നത്, അതൊക്കെ നമുക്കറിയാം. വമാ അൻത അലൈഹിം ബിജബ്ബാർ. നിങ്ങൾ അവരുടെ മേലിൽ അധീശാധികാരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്, നബിയെ, അങ്ങക്ക് നാം റിസാലത്ത് തന്നു. ആ റിസാലത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. ശക്തി പ്രയോഗിച്ച്, ബലം പ്രയോഗിച്ച് അവരെ വറുതിയിൽ നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. വമാ അൻത അലൈഹിം ബിജബ്ബാർ. നിങ്ങൾ ഒരിക്കലും അവർക്ക് മേൽ സ്വേച്ഛാധികാരം പുലർത്തേണ്ടവനല്ല. ഫദക്കിർ. അതിനാൽ നിങ്ങൾ ഉപദേശിക്കുക. പ്രവാചകൻ എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ ദൗത്യം ഉപദേശിക്കുക മാത്രമാണ്. ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് ഉപദേശിക്കുക. കാരണം ഖുർആൻ ഉപദേശങ്ങളുടെ ഉപദേശമാണ്. ലോകത്തുള്ള എല്ലാ ഉപദേശങ്ങളുടെയും മാതാവാണ്, സ്രോതസ്സാണ് ഖുർആൻ. ഖുർആനിൽ നിന്ന് വരാത്തൊരു ഉപദേശം മുസ്ലിമിനെന്നല്ല ഒരാൾക്കും ഈ ലോകത്തിന് നൽകാൻ കഴിയില്ലെന്നതാണ് നേര്. ഫദക്കിർ ബിൽ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കുക. മൻ യഖാഫു ബഈദ്. എല്ലാവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ല. താക്കീത് കൊണ്ട് ഭയപ്പെടുന്ന ആൾക്കാരെ, അള്ളാഹുവിന്റെ പാശത്തിൽ നിൽക്കുന്നവരെ, അള്ളാഹുവിൽ വിശ്വസിച്ചതായ സത്യവിശ്വാസികളെ അവർ നിങ്ങൾ താക്കീത് ചെയ്യുക. അതാണ് അവർക്ക് ഗുണം ചെയ്യുക. 45-ാമത്തെ ആയത്തോടുകൂടെ സൂറത്തുൽ ഖാഫ് പരിസമാപ്തി കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചൂണ്ടിക്കാണിച്ച വിശ്വാസങ്ങളിൽ മനസ്സുറപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം